ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന പരാതിയിൽ ഡി മണിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് SIT. ഡി മണി എന്ന ബാലമുരുകനെ പ്രവാസി വ്യവസായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കാര്യങ്ങൾ നിഷേധിക്കുന്നത് ബോധപൂർവം ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഇനി ജനുവരി 4-ാം തീയതിയോ 5-ാം തീയതിയോ ആയിരിക്കും ചോദ്യം ചെയ്യൽ തുടരുക. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, ഇന്നലെ ഡി മണിയെ ചോദ്യം ചെയ്തപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നതിനെ പറ്റി കേട്ടുകേൾവി ഉണ്ടെന്നല്ലാതെ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഡി മണിയുടെ വാദങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നേയില്ല അന്വേഷണ സംഘം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം? ഗിൽസി, ഡി മണി പറഞ്ഞ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ നിഷ്കളങ്കമായി പറഞ്ഞ വാദങ്ങളും ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ വാദങ്ങളും പ്രത്യേക അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല. ഡി മണി പറയുന്നത് കള്ളമാണ് എന്നുള്ളൊരു വിവരമാണ് SIT വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. കാരണം പ്രാഥമികമായി ഈ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തുന്നതും ദിണ്ടിഗലിലെത്തി ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ അന്വേഷണ സംഘത്തിന് ഒരുപാട് പൊരുത്തക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രവാസി വ്യവസായി ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായി നൽകിയ ചില നമ്പറുകളുടെയും വിവരത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഡി മണിയിലേക്ക് എത്തിയത്. ഈ പ്രവാസി വ്യവസായി പറയുന്ന ഡി മണി തന്നെയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ഈ അന്വേഷണ സംഘം. കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇദ്ദേഹം നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകൾ മുഴുവനും മറ്റുള്ളവരുടെ പേരിലാണ്. തൻ്റെ പേരിലുള്ള മൊബൈൽ നമ്പർ ദുരുപയോഗം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് തന്നിലേക്ക് ഈ അന്വേഷണം എത്തിയതെന്നായിരുന്നു മാധ്യമങ്ങളോടും ഈ ചോദ്യം ചെയ്തപ്പോഴും ഡി മണി പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇദ്ദേഹത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതയുണ്ട്. ദിണ്ടിഗലിൽ തന്നെ സമാന്തരമായി ഇദ്ദേഹം ഒരുപാട് ദുരൂഹ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമികമായി ഒരാളെ ഒരു സൂചന കിട്ടിയതിനപ്പുറത്തേക്ക് പ്രാഥമികമായുള്ള ഒരു കൃത്യമായ പരിശോധന അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയിലേക്ക് എത്തിയത്. പ്രവാസി വ്യവസായി പറയുന്ന ഡി മണി ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പിച്ച കാര്യമാണ് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അന്വേഷണ പുരോഗതി നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത് ഈ പ്രാദേശികമായുള്ള പോലീസ്, തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു. ഇനി ഏതായാലും അന്വേഷണ സംഘത്തിന് ഇതിന്റെ തുടർ നടപടി ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. തമിഴ്നാട് DGPയുടെ പോലീസ് മേധാവിയുടെ ഒക്കെ ഒരു കൃത്യമായ പിന്തുണയോടെ കൂടി മാത്രമേ ഈ അന്വേഷണത്തിൽ തുടർ നടപടി ഏതായാലും SITക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതിനുള്ള നടപടി ആയിരിക്കും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക. ഏതായാലും തിരുവനന്തപുരത്തേക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി സഫാൻ, ഏതായാലും താൻ ഉദ്ദേശിച്ച മണി തന്നെയാണ് ഡി മണി എന്ന് പ്രവാസി വ്യവസായി തിരിച്ചറിഞ്ഞിട്ട്, പക്ഷെ ഡി മണി അത് സമ്മതിക്കുന്നു. ഡി മണിക്ക് ഇങ്ങനെ ഒരു കാര്യമേ അറിഞ്ഞിട്ടില്ല. കൊള്ളയോ ഏത് കൊള്ളാന്നൊക്കെയാണ് ചോദിച്ചത്.